ശിലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ജനുവരി 2-ാം തീയതി നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിൻവാങ്ങി എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നീട് ഈശോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു അവിടെ. അതിനുശേഷം ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്ന രംഗം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഈശോ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ തന്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്തിനാണ് സ്നാപക യോഹന്നാനെ ബന്ധനസ്ഥനാക്കിയതെന്ന് ചോദിച്ചാൽ സത്യത്തിന് സാക്ഷ്യം നൽകിയത് കൊണ്ടാണ്, അല്ലെ? സ്നാപക യോഹന്നാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, സത്യസന്ധമായിട്ട് ജീവിക്കുന്നു, സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. ആ ഒരു കുറ്റത്തിനാണ് സ്നാപക യോഹന്നാനെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നത്. അപ്പൊ സ്നാപക യോഹന്നാനെ പിടിച്ച് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സത്യത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ആരും ഉണ്ടാകില്ല എന്ന് ഭരണാധികാരികൾ കരുതുന്നിടത്താണ് ഈശോ തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്: സത്യത്തെ നമുക്ക് ഒരിക്കലും തുറുങ്കിലടയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്, അല്ലെ? അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ തുറുങ്കിലടയ്ക്കാം. പക്ഷെ ഒരാളെ നമ്മൾ അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനപ്പുറത്ത് മറ്റൊരാളെ ദൈവം ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരുടെ കാര്യത്തിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് നടപ്പിലായി കൊണ്ടിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ അടിച്ചു താഴ്ത്താനായിട്ട് ശ്രമിച്ചാൽ അപ്പുറത്ത് ദൈവം മറ്റൊരു ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ ഈ ഒരു സംഗതി നമുക്കൊരു പ്രചോദനം നൽകട്ടെ. ദൈവത്തിന്റെ സത്യത്തിന് സാക്ഷി നൽകുക. ആ സാക്ഷി നൽകുന്നതിൽ നമ്മൾ ആരെങ്കിലും അടിച്ചു താഴ്ത്താനായിട്ട് ശ്രമിച്ചാൽ ദൈവം മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ദൈവത്തിന് വേണ്ടി സംസാരിക്കാനും ദൈവത്തിന് സാക്ഷി നൽകാനായിട്ടും എന്നും ദൈവം തിരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടായിരിക്കും എന്ന് ചുരുക്കം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്കൊരു പ്രചോദനമാകട്ടെ. ദൈവ ശുശ്രൂഷ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട്